ഹായ്, എൻ്റെ പേര് അനീഷ്. ഞാൻ സൗദി അറേബ്യയിലാണ് കൊമാടെക് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതെൻ്റെ വൈഫ് ശ്വേത. അവൾ MSc കഴിഞ്ഞപ്പോൾ PSc കോച്ചിങ്ങൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഇത് മകൻ ഋഷഭ് ദേവ്. വീട് പണി എന്നുള്ള ഭയങ്കര ആഗ്രഹമൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്നിൻ്റെ ഇൻസ്റ്റയിലും ഫോളോ-അപ്പിലും എല്ലാം ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴാണ് എവിടാർക്കിലെ അഭിലാഷിൻ്റെ പ്രൊഫൈൽ കണ്ടത്. അപ്പോൾ ആ പ്രൊഫൈൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത്യാവശ്യം 2-3 വീട് അവൻ ചെയ്തതെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അടുത്താണ് നമുക്ക് തൃശ്ശൂർ, കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ അഭിലാഷിനെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു മീറ്റിംഗ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് എൻ്റെ ഐഡിയ ഒക്കെ അഭിലാഷിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ അഭിലാഷ് അത് ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ ഒരു 3D ഡ്രോയിങ് ചെയ്തു. പിന്നെ സ്റ്റാർട്ടിങ് തൊട്ട് അഭിലാഷ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജ് തൊട്ട് അഭിലാഷ് എല്ലാ കാര്യത്തിലും കൂടെ നിന്നു. നമുക്ക് വേണ്ട കൺസൾട്ടിങ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് അതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓരോ സ്റ്റേജിലും നമ്മളങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങനെ കൺസൾട്ടിങ് കിട്ടിയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റി. എവിടാർക്കിൻ്റെ ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നുന്നത് കൺസൾട്ടിങ് ആണ്. അതായത് നമ്മൾ ഓരോ സ്റ്റേജിലും നമുക്ക് 2-3 ഓപ്ഷൻ കിട്ടുമായിരുന്നു. അഭിലാഷായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഭിലാഷ് എനിക്ക് 2-3 ഓപ്ഷൻ തരും. എന്തൊക്കെയാണ് നമുക്ക് ഓപ്ഷൻ ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അഭിലാഷ് കൃത്യമായിട്ട് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഓവറായിട്ട് കുറേ ഐഡിയാസ് ഉണ്ടായിരുന്നു. നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ പറ്റിയും അല്ല നമ്മുടെ ഏരിയയ്ക്ക് പറ്റുന്ന കാര്യങ്ങളെ പറ്റി അഭിലാഷ് കൃത്യമായിട്ട് പറഞ്ഞു തരുമായിരുന്നു. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അതായത് ക്ലൈമറ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളുമായിട്ടും ഒരുപാട് കാര്യങ്ങൾ അഭിലാഷ് പറഞ്ഞു തരുമായിരുന്നു. എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് പ്ലാനിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് പ്ലാനിൽ ആഡ് ചെയ്യാൻ പാടില്ലാത്തത്, അതൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമ്മൾ വീട് പണിയാനുള്ള ആഗ്രഹം കുറേ നാളായി. നമ്മൾ മാരേജ് കഴിഞ്ഞ് ഇപ്പോൾ 7 വർഷമായി. 7ാമത്തെ വർഷമാണ് ഞങ്ങൾ പുതിയ വീട്ടിൽ കയറിയത്. അപ്പോൾ അനീഷേട്ടൻ കുറേ നാളായിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഓരോ റീലും അതായത് വീടായിട്ട് ബന്ധപ്പെട്ടതൊക്കെ അയച്ചു വരുമായിരുന്നു. അങ്ങനെയാണ് നമുക്ക് എവിടാർക്കിലെ അഭിലാഷിനെ അനീഷേട്ടൻ റീൽ വഴി തന്നെയാണ് കണ്ടത്. അങ്ങനെ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അത് വർക്കൊക്കെ എനിക്കും ഇഷ്ടമായി. പിന്നെ നേരിട്ട് അഭിലാഷ് നമ്മുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ പ്രത്യേകിച്ച് അനീഷേട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു സപ്പോർട്ടായിട്ട് ശരിക്കും ഒരു ബ്രദറിൻ്റെ പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് തൊട്ട് ലാസ്റ്റ് നമ്മുടെ ഇൻറ്റീരിയർ കഴിഞ്ഞ് ഹൗസ് വാമിങ്ങിൻ്റെ സമയം വരെ നമ്മുടെ കൂടെ തന്നെ അഭിലാഷ് ഉണ്ടായിരുന്നു. ശരിക്കും ഒരു നമുക്ക് കട്ട സപ്പോർട്ടായിരുന്നു. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു.